ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഒരു കൂടി അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്നത് ബെസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലൈക്ക് ടാർഗറ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ ബസ്സിന് ലിവറി അടിച്ച് ഇറക്കുമെന്ന്. ഒരു ലൈക്ക് കിട്ടിയാൽ അപ്പോൾ നിങ്ങൾ 3 ലൈക്കായി വരുന്ന തന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആ ബസ് എടുക്കാനാണ് പോണത്. ഇതല്ല ആ ബസ്, നമ്മൾ ഇന്ന് ആ ബസ് എടുക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞ കറൻലി വേറൊരു വണ്ടിയായിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നമുക്ക് വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ വണ്ടി ഞാൻ ഒരു തടിയുടെ ഏതൊരു കടയിലിട്ടേക്കണം. തടി, അതായത് മറ്റേ തടിയൊക്കെ ഇടുന്ന ഏതോ ഒരു സ്ഥലമാണ്. നമുക്ക് വണ്ടി വയ്യം കണ്ടിടുന്നു. ഇത് Z1 ആണ്. Z1 V2 എന്ന് പറഞ്ഞ ഇതാണ്. കുറേ പേര് പറഞ്ഞ് ലാഗ് ഉണ്ടല്ലെന്ന്. ലാഗ് കമൻറ്റ് ചെയ്തില്ല, എനിക്ക് തോന്നി അങ്ങനെ ലാഗല്ല കൈസ്, അത് സ്ക്രീനിൻ്റെ കുലുക്കാണ്. അത് ലാഗല്ല അത്. നമ്മുടെ ബസ്സിന് വേറൊരു ടെക്നോളജിയാണ്. താഴത്തായിട്ട് നോക്കി, അത് സൈഡിലായിട്ട് സാധനമുണ്ടല്ലോ, അങ്ങോട്ട് നോക്കി നമ്മുടെ പുറകിലത്തെ വണ്ടിയെല്ലാം നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. ഒരു ടെക്നോളജിയാണ്, വണ്ടിയുടെ സെൻസറാണ് അത്. അത് നിങ്ങൾക്ക് ഈ മാലയില്ലേ, ഈ മാല തൂങ്ങിക്കിടക്കുന്നതിൻ്റെ അടിയിലൊരു സ്ക്രീൻ പോലെ കാണിക്കണ്ടേ, ആ സാധനത്തിൽ നോക്കിയാൽ നമ്മുടെ പുറകിലത്തെ വ്യൂ ആണത്. സെൻസർ പിടിപ്പിച്ചേക്കുന്നതാണ്. വണ്ടി ഫുള്ള് സെൻസറാണ്. പിന്നെ ഈ സാധനം ഈ സൈഡിലൊരു കുപ്പി പോലെ ഇരിക്കണം. ഇത് ഫയർ എക്സിബിഷൻ. ഓക്കെ, ആന്ന് തോന്നണേ. പെട്ടെന്നങ്ങോട്ട് പോവാം. പയ്യൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ലിവറിയും കാര്യങ്ങളും. ഇത് അത്രയല്ല, വേറെ കുറേ ലിവറിയൊക്കെയാണ്, അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്രിപ്പിലൊന്നും അല്ല ലൈസ് പോകണം. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ലിവറി അടിച്ചു. ഓക്കെ, ഇത്തിരി ദൂരമുണ്ട് നമ്മുടെ സ്ഥലത്തായിട്ട് പോവാൻ. ഓക്കെ, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, എനിക്കറിയാം. ലൊക്കേഷൻ അയക്കാൻ എനിക്കറിയാം. ഓക്കെ, എനിക്ക് ലാഗ് പോലെ തോന്നണുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അത് ലാഗ് ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്തോ കണ്ട സ്ഥലമില്ല, അത് കാണുന്നു. അങ്ങനെ കണ്ട കാസ്റ്റൽ എന്ന് പറഞ്ഞൊരു കാസ്റ്റൽ നിർത്തിയിരുന്നില്ല, അത് ഇവിടെ തന്നെ ഇവിടെയാണെന്നാ തോന്നണ്. എനിക്ക് വലിയ പിടിയില്ല, കാരണം ഞാൻ ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല. അന്ന് നമ്മൾ ഇങ്ങോട്ടാ തിരിച്ചോണ്ട് പോയ. അന്ന് വന്നതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അന്ന് ഞാൻ ഇതുപോലെ വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞ് വേറൊരു ലിവർ എടുത്ത് വെച്ചത്, അത് കോൾ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. ഒരു പാറ്റ ഒന്ന് നേതിരുന്നതാണ്. അയ്യോ, ഇടിച്ച് എന്ത് കാണാ പുറകിൽ നിൽക്കണ മനുഷ്യനല്ലേ. ഓക്കെ, അതൊക്കെ സ്പെഷ്യലായിട്ട് സ്റ്റിക്കർ അടിപ്പിച്ച സാധനമാണ്.
ഇവിടെ എത്തിയിട്ട് വഴി തെറ്റിപ്പോയി ശരിക്കും. വഴി തെറ്റിപ്പോയി. ഒരു സ്ഥലത്താണ് ഈ വണ്ടി കിടക്കുന്നത്. എവിടെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എങ്ങാണ്ടാണെന്നാ പറഞ്ഞത്. ഇവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. നോക്കട്ടെ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് ലോഡായി മാപ്പ് ലോഡായതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങാണ്ട കിടക്കുക. നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയതാണ്. മാപ്പ് ലോഡായി. അപ്പം മറ്റവന്മാർ വിളിച്ച് ലൊക്കേഷൻ മാറ്റി നൈസായിട്ട്. കാട്ടിൻ്റെ അടക്കം കാണാൻ വണ്ടി വയ്യ എടുക്കാം. ഗൈസ് വണ്ടി ഒരു കുഴപ്പവും പറ്റാതെ കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് തിരക്കിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ലാഗ് പോലെയൊക്കെ ഉണ്ടാവും. കാര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് സ്കില്ല് രസം പ്രോയ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ കാണല്ലോ നിങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ പ്രോയ്സ്. അതാണ് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. പക്ഷെ ഇച്ചിരി ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് ഇത്ര ഡിലേ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ. ഇച്ചിരി ദൂരെ കൂടി നമ്മുടെ മാപ്പിൽ ഓടിക്കായത് കൊണ്ടാണ് അത് ഏത് കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, മാപ്പിൽ ഓടിക്കായി പായ. ഓക്കെ, അപ്പോൾ ഇച്ചിരി ദൂരം കൂടിയാണ് ഞാനവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന്. ഓക്കെ, ഞാൻ നമ്മുടെ സ്ഥലത്ത് എത്തി. സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ വണ്ടിയുടെ സ്ഥലമില്ലല്ലോ. നമുക്കത് ഇവിടെ എങ്ങാനും കൊണ്ട് വണ്ടിയുടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ചായ കുടിച്ചിട്ടൊക്കെ പോകാമായിരുന്നു. എന്തായാലും ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വയ്യ പോവാം. ഇങ്ങനെ കയറ്റിയിടാം കേട്ടോ. ഇവിടെ റോഡൊന്നും അല്ല എങ്കിലും ബസ്സൊക്കെ എന്തോ വന്ന സ്ഥലമാണ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മളിവിടെ കയറ്റി വണ്ടി ഇടാം. അപ്പോൾ പയ്യ വണ്ടിയൊന്നും കണ്ടിരുന്നു. ഓക്കെ, ഈ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ബസ്സുള്ള സ്ഥലത്തായിട്ട് പോകാം. ബസ് നമ്മുടെ ഈ ഇവിടെ തന്നെ ഇറങ്ങണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. ഇവിടെ വണ്ടികളൊക്കെ വന്നുകൊണ്ട് പിന്നെ ഭയങ്കര പാടായിരിക്കും. കാരണം ഇവിടെയാണ് നമ്മളെ റോഡ്. ഈ സമയം നമ്മുടെ വണ്ടി നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. വണ്ടി നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് ഇച്ചിരി നേരം കഴിഞ്ഞാണ് കൊണ്ടുവന്നത്. വണ്ടി നേരത്തെ ഇവിടെ എത്തിച്ചിട്ടില്ലായിരുന്നു. ഇച്ചിരി കഴിഞ്ഞാൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇച്ചിരി വിളിച്ച് നോക്കി. അത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി കാണിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിനുള്ളിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിപ്പോൾ കാർ വാഷൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യണം. 1 2 സബ്സ്ക്രൈബും ലൈക്കും കൂടി ഒരുമിച്ച് അടിക്കണം.
1 2 3. ഓക്കെ, നിങ്ങൾ അടിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് വണ്ടി കാണാം. പയ്യെ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് വണ്ടി കാണിക്കാം. നമുക്ക് ഇങ്ങനെ പോവും. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ പോവും. ഇങ്ങനെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, നമുക്ക് വണ്ടീനെ വെച്ചിട്ട് ലുക്കൊക്കെ കാണിച്ചു ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ കിടിലായിട്ട് എനിക്കത് വണ്ടി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഗാലക്സി എന്ന് പറയുന്ന സ്റ്റിക്കർ അടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ സ്റ്റിക്കർ അടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്റ്റിക്കർ അടിക്കാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണ പോലെ അടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഗ്രാഫിക്സ് മോഡൊക്കെ ഇച്ചിരി കൂട്ടിയിട്ടിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, കാണാനായിരിക്കും ഇവിടെ കണ്ട. അപ്പോൾ അതേ ഇതാണ് നമ്മളെ വണ്ടി കൊള്ളാവോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ. ഓക്കെ, നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. മഴ പെയ്തിട്ട് മഴ എന്ന് പറഞ്ഞാൽ കിടിലം മഴ പെയ്തിട്ടുണ്ട്. വണ്ടി എന്തായാലും കാണിച്ചിട്ടായിരിക്കും. വണ്ടി കിടില വണ്ടി. ഓക്കെ, എനിക്കത് ഒരു ബ്ലൂലൈനും പോയിട്ടുണ്ട്. പിന്നെ പാർട്ടി ആനിമൽ എഴുതിയിട്ടുണ്ട്. എ സി ആണ്. നോക്കണ്ടാവില്ല, അത് വേറെ ആയില്ല. സ്റ്റിക്കറൊക്കെ വേറെ. ഇതാണ് നമ്മുടെ വണ്ടി. ഖലീലാണ് നെയിം. ദ കിങ് ഓഫ് എന്താണ് നമ്മളെല്ലാം. പിന്നെ ഇവിടെ ഒരു കുരങ്ങൻ്റെ ഒരു ഗ്രാഫിക്സ് പിന്നെ ഇതിൻ്റെ പടമെല്ലാം പോയിട്ടാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ പയ്യെ ഇട്ട് കാണിച്ചു തരാറുണ്ട്. ഫ്രണ്ടിൽ കിഡില് എനിക്ക് എന്താ ഫ്രണ്ട് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് കണ്ടല്ലേ സൈഡിൽ ഉള്ള പോലെ ഞാൻ കാണിച്ചല്ലോ. നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് എല്ലാം ഉണ്ട്. എല്ലാം സ്വന്തം സെറ്റാണ്. എന്തായാലും നമുക്ക് വണ്ടിയുടെ അകത്ത് കയറാം. ഓക്കെ, വണ്ടിയുടെ അകത്ത് കയറിയാൽ അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും നമ്മളെ വണ്ടി. ഓക്കെ, ഞാൻ എന്തായാലും അകത്ത് കയറിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജോലി അകത്തിൽ നിന്നായിരിക്കും വൈകി. ഓക്കെ, ഇൻറ്റീരിയർ ഇതാണ്. സ്റ്റേ വൈൽഡ്. ഓക്കെ, ഒരു പൂച്ചക്കുട്ടൻ്റെയൊക്കെ പടം സെറ്റാണ് അത്യാവശ്യം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആനിമൽസിൻ്റെയൊക്കെ എന്തോ ഈ സത്യം പറഞ്ഞാൽ എന്താണെന്നൊന്നും വലിയ പിടി കിട്ടിയിട്ടില്ല. എങ്കിലും നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അത്യാവശ്യം കിടിലായിട്ട് വന്ന് ഡിസൈൻ ചെയ്തേക്കണം. എനിക്കൊന്ന് സ്റ്റിക്കർ അടിച്ച് കാണുമ്പോൾ ഇച്ചിരി ഭംഗി. കൂടുതൽ ഗ്രാഫിക്സ് ഒന്നും അടിക്കാതെ കൂടുതൽ ഗ്രാഫിക്സ് അടിച്ച് കാണാൻ എനിക്ക് ഇഷ്ടമല്ല സാധനങ്ങൾക്ക്. കാരണം കൂടുതൽ ഗ്രാഫിക്സ് ഞാൻ അടിക്കാതെ ഞാൻ ജസ്റ്റ് വൈറ്റ് പിന്നെ ചെറിയൊരു ഗ്രാഫിക്സിൻ്റെയൊക്കെ ഇഷ്ടമുള്ള ആളാകെ. ഞാൻ കൂടുതൽ ഇത് അടിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ അടിക്കാം. ഓക്കെ, ഇവിടെയൊക്കെ എന്തോ ഇതിൻ്റെ അടുത്തെങ്ങാണ്ടാണെന്ന് സുമതിയോളോ ഇതിൻ്റെ മാപ്പ്. ഇവിടെയൊക്കെ നമ്മളൊരു ദിവസം പോകും. അതൊക്കെ കിടിലൊക്കെ വണ്ടി എടുക്കും കാര്യം. അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റണം. ഓക്കെ, എല്ലായിടത്തും നമുക്ക് പോവാം. കണ്ടൻറ്റൊക്കെ കിട്ടട്ടെ. പയ്യെ കണ്ടൻറ്റൊക്കെ കിട്ടി തുടങ്ങുകൊണ്ട് ഇനി തൊട്ട് സിമുലേറ്ററിൻ്റെ വീഡിയോ ഇടാനും ഇച്ചിരി കൂടി ചാൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഞാൻ എന്തായാലും ഒരു ബസ് എടുക്കും. അടുത്ത് തന്നെ വേറൊരു ബസ്സും കൂടി എടുക്കും കഴിയും. അത് സ്റ്റിക്കർ ഇറക്കിക്കൊണ്ട് എടുക്കുള്ളൂ. അതുപോലെ സർപ്രൈസായിട്ട് വെച്ചില്ല. ഓക്കെ, ഇത് ഞാൻ കുറേ ദിവസം ഞാൻ റിസർച്ച് ചെയ്തിട്ട് കിട്ടിയ ലിവറി. എനിക്ക് ഇഷ്ടപ്പെട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ട് എടുത്ത ലിവറിയാണ്. ഓക്കെ, നാളെ എടുത്ത് എനിക്ക് എന്തായാലും കണ്ടുപിടിക്കാം. എങ്കിലും ഞാൻ കണ്ടുപിടിച്ചാൽ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സ്റ്റിക്കർ ഇറക്കിയുള്ളൂ. ഓക്കെ, അത് ആലോചിച്ചിട്ട് തന്നെ ഒരു ബസ്സും എടുക്കണം, സ്റ്റിക്കർ എടുക്കണം. ഓക്കെ, അത് ഒരുമിച്ച് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ചെയ്യാം. ഓക്കെ,
അപ്പം ഈ ഇടവഴി കൂടിയൊക്കെ വന്നതെന്ന് വെച്ചാൽ മാപ്പ് ലോഡിങ് ആയി വെറുതെ അല്ല മാപ്പ് അതിൻ്റെ ഇടയ്ക്ക് ലോഡിങ് ആയി പിന്നെ നമ്മൾ ലൊക്കേഷനും മാറ്റി എല്ലാം ഇങ്ങനെ കണ്ടുപോകുമെന്ന് വിചാരിക്കുക. രാത്രിയായ അതിൻ്റെ ലൈറ്റും കൂടി കാണിച്ചില്ല. ലൈറ്റിനൊന്നും പ്രത്യേകിച്ച് മാറ്റിയില്ല. ലൈറ്റൊന്നും ഞാൻ മാറ്റിയില്ല. ലൈറ്റ് സാധാരണ ലൈറ്റ് തന്നെ. ഓക്കെ, അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ പറയണ പോലെ. ഓക്കെ, ആണെങ്കിൽ നമ്മുടെ പേര് നമ്മുടെ ചാനലിൻ്റെ പേരിലൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചുമ്മാ ഇത് ഉള്ള ബസ് തന്നെയാണ് HD ഗാലക്സി, അറിയായിരിക്കും നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ചുമ്മാ വന്നിട്ടാ. ഓക്കെ, ചുമ്മാ നമ്മൾ എടുത്ത് വെച്ച് ചെറിയ ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് ഈ സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ ഞാൻ വേറെ ചാനലിൻ്റെ ലിങ്ക് കാർഡിൽ കൊടുക്കാറുണ്ട്. ഇതിനകത്ത് ഈ ബോഡി എനിക്ക് ഇവിടുന്ന് എടുത്തതെന്ന് പറയുന്നത് ബോഡി എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. അല്ല യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്താൽ അത് യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്താൽ അയച്ചു തന്നെ. എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ കൊടുക്കുകയില്ല, ചിലപ്പോൾ ഞാൻ കൊടുക്കും. അങ്ങനെ ഇവിടെ വാഴൊക്കെ നിൽക്കുന്നു. ഇവിടെ നമ്മളെ നാട് ശരിക്കുള്ള നാട് പോലെ സൈഡ് വീട് പിന്നെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുതിയ മൺസണിയുണ്ട മോളി കാണിക്കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇവിടെയൊന്നും വന്നിട്ടില്ല. വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവും. ഇവിടെ വരെ ഉണ്ട് സ്റ്റോപ്പാണ് ഈ സൈഡിൽ. ഇതിന് പുറകിലോട്ട് പോവാം. ഞാൻ അറിഞ്ഞില്ല. ഈ മാപ്പ് ഇത്രയുള്ളൂ. ഈ മാപ്പ് ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അത് ആലോചിച്ചില്ല. ഇവിടെ വന്ന സ്പൂണായാലും ശരിക്കും പറഞ്ഞാൽ കാട്ടിൽ കൂടി എടുത്താൽ എന്തായാലും നമ്മളെ വണ്ടി എന്തായാലും ആനിമലിന് വളം കൊടുത്തിട്ട് കാട്ടിൽ കൂടി എടുക്കാതെ പക്ഷേ എൻ്റെ പൊന്നെ എടുക്കാന്ന് പറയുമ്പോൾ ഇത്രയൊന്നും നോക്കില്ല. അത് നോക്കിയില്ല. ഭയങ്കര തന്നെ ഇറങ്ങുന്നത്. ഇത് കണ്ട പുറയിലായിട്ട് കണ്ട നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടി വടിയാവും. മല പോലെ ഞാൻ എടുക്കണില്ല. മഴയും പെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഒന്നും ഇട്ട് കാണിച്ചു തരാം. അങ്ങനെ ലൈറ്റൊക്കെ നമ്മൾ കണ്ട് കാണും. ഓക്കെ, എങ്കിലും ഒരു രസത്തിൽ നോക്കെ അധികം ലൈറ്റൊന്നും ഇല്ലായ സംഭവം വണ്ടിക്ക് ലൈറ്റ്. അയ്യോ വാളയാർ ഇട ഇത് ഭയങ്കര ബ്ലോക്കായി പോയി കേട്ടോ. ഞാൻ നോക്കിയില്ല. എൻ്റെ മുറയിൽ ഞാൻ ബ്ലോക്കായി. ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് വണ്ടി എടുക്കുന്ന സ്ഥലത്ത് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ഇവിടെ നിർത്തിയാൽ അവിടെ ഇവിടുന്ന് അധികം സ്പീഡ് എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ നമ്മളെ വണ്ടി 8 പീസാവും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇടിക്കാൻ സാധ്യത. ഒന്നാമത് ഓപ്പോസിറ്റൊക്കെ വണ്ടി വരും. പിന്നെയെന്ന് വെച്ചാൽ ഇടിക്കാൻ ഓഫ് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി തെറ്റിപ്പോകും. പിന്നെ എന്ന് പറഞ്ഞാൽ അധികം സ്പീഡ് എടുക്കാൻ പറ്റിയല്ലോ. ഓക്കെ, ഒന്നാമത് ഇവിടുത്തെ എല്ലാ ഈ ബസ്സിലെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ വെളിവില്ലാത്ത നാട്ടുകാരാണ്. എങ്ങോട്ടൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കയറി വരും. അങ്ങനെയൊക്കെ നാട്ടുകാരാണ് ഇവിടുത്തെ. വണ്ടി സ്ലോ ആയി പെട്രോളുണ്ട്. പക്ഷേ സ്പീഡുണ്ട്.
അധികം ഡാമേജൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല അധികം ഡാമേജ് എന്തായാലും പറ്റില്ല. വണ്ടി ഇടിച്ചു, പക്ഷേ നല്ല ഡാമേജൊന്നും പറ്റില്ല. ബ്രേക്ക് വലിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം തെറിച്ച് പോകുന്നതാണ് അടുത്ത പ്രാവശ്യം നമുക്ക് ടൂറൊക്കെ പോകണം. വീഡിയോസൊക്കെ വേണമെങ്കിൽ രാത്രിയാകാൻ പോകണം. വേണമെങ്കിൽ അപ്പം തന്നെ ലൈറ്റിൻ്റെ ചെറുതായിട്ട് നൈറ്റ് ആകാൻ പോകണമെന്നാണ് നോക്കി. ലൈറ്റ് ഓഫ് ഇപ്പോഴത്തൊക്കെ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. ഇത് ഏത് സ്ഥലമാണ്? ഞാൻ എവിടെയോ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അതൊരു ഫുഡ് കഴിക്കുന്ന സ്ഥലം. നമ്മളെ എടുത്തിട്ട് അവിടെ കൂടി നമുക്ക് വരാം. അവിടെ കൂടി എടുക്കും എവിടെയൊക്കെ കറക്കാൻ വണ്ടി എടുക്കുന്നുണ്ട്. കറക്കുന്നു കറക്കുന്നു ഞാനിപ്പോഴാണ് കളിക്കുന്നത്. ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ കളിക്കണതാണ്. അതേ സ്പീഡ് എടുക്കുന്നു. ഗൈസ് നമ്മളെ ഗ്യാരേജ് കണ്ടു. ഗ്യാരേജ് ഇത് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യുക. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഗാരേജ്. അവിടെ വണ്ടി വഴിയ ഇവിടെ ഇടാൻ കേട്ടോ. ഇവിടെ ഇടാം. ഇങ്ങോട്ട് വണ്ടിയൊന്നും വരികയില്ല. പക്ഷേ ഇവിടെ വണ്ടി തന്നെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഇവിടെ ഇടാൻ വേണ്ടി നമ്മുടെ ഗാരേജ് അറിയാമെന്ന് പറയും. ഇവിടുന്നാണ് നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യലേ. വണ്ടി നമ്മളിപ്പോൾ റിപ്പയർ ചെയ്ത് ഇറക്കിയല്ലേ. അപ്പം നമ്മൾ ഇവിടുന്നാണ് ഇവിടുന്ന് കണ്ടാണ്. ഓക്കെ കഴിഞ്ഞ് ഇവിടെ ശരിക്കും നമ്മുടെ വണ്ടി എങ്ങനെയുണ്ട് നമ്മൾ സെറ്റ് എനിക്കിഷ്ടപ്പെട്ടാണ് വണ്ടി. ഓക്കെ വണ്ടി ഇത് ചെയ്യാം. ചിലപ്പോഴൊക്കെ വണ്ടി ചിലപ്പോൾ ഫസ്റ്റ് മറ്റേ വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഔട്ട് ഓഫ് കൺട്രോളിൽ പോയത് ഫസ്റ്റ് ഞാൻ എടുത്ത വണ്ടിയില്ലേ, ഈ വണ്ടി എടുക്കാൻ വന്നപ്പോൾ മറ്റേ സെഡ് വൺ എടുത്തപ്പോൾ ഒരു പ്രാവശ്യം ഔട്ട് ഓഫ് കൺട്രോളിൽ പോയി. അത് വളരെ പോയുള്ളൂ ഈ വീഡിയോയിലത്. കഴിഞ്ഞ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോയിലുണ്ടല്ലോ ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ. അതിലുണ്ടല്ലോ ഒരു വണ്ടി ഇടിച്ച് മറിച്ച് ഇതുപോലെ ലോറിയായിരുന്നു അത്. എന്നിട്ട് അത് ഇരുന്നേറ്റ് വന്നു ഓട്ടോമാറ്റിക്കലി ഇരുന്നേറ്റ് വന്നു. രാത്രി ആകാനൊക്കെ ഏകദേശം പോകും കേട്ടോ. രാത്രിയല്ല, മഴയാണ്. മഴ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ രാത്രി ഞാൻ പോയിട്ട് മഴ പെയ്യുമെന്ന്. കണ്ട ഇതാണ് മഴ പെയ്യും. രാത്രിയാവാൻ മഴയായിരിക്കും. മഴയത്ത് നമ്മുടെ ഗ്യാരേജ് വെച്ചിട്ടാണ് എന്തൊരു എനിക്ക് ഈ ഡിവിഡൻ വരുമ്പോഴുണ്ടല്ലോ ഫോണിന് ഫ്ലാഷ് ലൈറ്റ് അടിക്കും. അവസാനിപ്പിക്കണമെങ്കിൽ വീഡിയോ ഇതാണ് സുമതി വളവ് ഇവിടെ ഇട്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇടിച്ചാണ് സൗണ്ട് അധികം വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇറങ്ങി ഓടാം. ഇടിച്ചാണോ എന്ന് ഇറങ്ങി ഓടാം. അവിടുന്ന് ഇറങ്ങിയിട്ട് അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം കൂടെ ഒരു ഇപ്പോൾ തന്നെ കൈക്കടിച്ച് പൊട്ടിക്കുക. എനിക്ക് എന്തായാലും പേഴ്സണലി സ്റ്റിക്കർ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരമായിട്ട് പറഞ്ഞിട്ട് കാരണം അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കറൊക്കെ ഇരിക്കുമെന്ന് തോന്നണം. നിങ്ങൾക്ക് മാറ്റം വരുത്താൻ തോന്നിയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ വേറെ എന്തെങ്കിലും സ്റ്റിക്കർ പറയാം. അത് ഞാൻ അടിച്ചിരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം ഞാൻ സ്റ്റിക്കർ അടിച്ചിരുന്നത് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, അതുവരെ നമുക്ക് വേറെ ബസ്സൊക്കെ ഇറക്കണം. ഇനി അടുത്ത കണ്ടന്റ് പോലെ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബൈ. ടാറ്റാ.